ഒരു PSC എക്സാം എഴുതി ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് അല്ലേ. നമ്മളെപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് എക്സാമുകൾ എഴുതുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉറങ്ങാതെ പഠിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് റിസൾട്ട് വരുന്ന സമയത്ത് ഒരു പോയിന്റിൻ്റെ വ്യത്യാസമോ വളരെ ചെറിയ പെർസെൻറ്റേജിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് PSC എക്സാം നമുക്ക് നഷ്ടമാകുന്നത്. സോ നമ്മുടെ ഒരു ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പോൾ നിങ്ങൾക്ക് വരും. സോ ഒന്നും മാറ്റേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തിയാൽ ഉറപ്പായാലും നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലിക്കാരനാവാം. നമുക്ക് PSC എക്സാം ഈസി ആയിട്ട് എഴുതിയെടുക്കുവാൻ തന്നെ സാധിക്കും. സോ അതിനുള്ള ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഐ ആം നൂറ മുഹമ്മദ് അലി. വെൽക്കം ടു നൂറ എഡ്യു ടിപ്സ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് PSC എക്സാം എഴുതുക, എങ്ങനെയാണ് നമ്മളൊരു ഗവൺമെൻറ് ജോലിക്കാരനാവുക എന്നുള്ള കാര്യമല്ലേ. സോ ഒന്നാമത്തെ ടിപ്പ്, ഒരു ഗോൾഡൻ റൂൾസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ടിപ്പാണ് സിലബസ്. ഈ സിലബസ് എല്ലാവരും പറയുന്ന കാര്യമല്ലേ, എന്താണ് ഈ സിലബസിലുള്ളത്? സിലബസ് നന്നായിട്ട് പഠിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു ഗോൾഡൻ റൂളാണോ? എന്നാൽ അതല്ല പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ടോപ്പിക്കും നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. അതായത് ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിൽ ചോദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ SCERT NCERT ടെക്സ്റ്റ് ബുക്കുകൾ, +1 +2 ബുക്കുകൾ, റാങ്ക് ഫയല്, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലും നിങ്ങൾ എടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്പെസിഫിക് ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ടോപ്പിക്ക് ഈ പുസ്തകത്തിലുള്ളതെല്ലാം നിങ്ങൾ വായിക്കണം. കാരണം ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ കയ്യിലുള്ള SCERT NCERT +1 +2 ബുക്ക്, റാങ്ക് ഫയലുകൾ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ SCERTയിൽ ഇല്ലാത്ത പോയിന്റ്സുകൾ നിങ്ങൾ ചിലപ്പോൾ NCERTയിൽ കിട്ടും, അതിലില്ലാത്ത ചിലപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽ കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഡെപ്തായിട്ട് നല്ല ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടോപ്പിക്കിൽ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഒന്നാമത്തെ റൂള്. ദെൻ രണ്ടാമത്തെ റൂളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ദെൻ വീണ്ടും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണല്ലോ ഈ പറഞ്ഞതെന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എപ്പോഴും PSCയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും PSC ക്വസ്റ്റ്യൻസും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീമുള്ള ഒരു ബുക്ക് നിർബന്ധമായിട്ടും വാങ്ങുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്ത് ആൻസേഴ്സൊക്കെ നെറ്റിൽ ഇങ്ങനെ തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിന് ഒരുപാട് സമയമെടുക്കും. നമുക്ക് അതിനൊന്നും നേരമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള ആൻസർ കീസ് ഉള്ള ബുക്ക് തന്നെ നിർബന്ധമായിട്ട് വാങ്ങിക്കണം. എന്നിട്ട് ഈ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, PSC ക്വസ്റ്റ്യൻസ് ഉള്ള അതിൻ്റെ ആൻസർ കീയുള്ള ബുക്ക് തന്നെ വാങ്ങിക്കണം. ദെൻ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്നൊരു പഠിത്തമാണ് അല്ലേ. ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ പാടില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ വായിക്കുക. നിങ്ങൾ വായിക്കുക മാത്രം ചെയ്താൽ മതി. ഒരു പ്രാവശ്യം വായിക്കുക, 2 പ്രാവശ്യം വായിക്കുക, 3, 4, 5 തവണ വായിക്കുക. അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ ഒരു ദിവസം തന്നെ മുഴുവൻ പഠിച്ചിരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ആ ദിവസം തന്നെ മടുപ്പ് വരും. ഇതാണ് മെജോറിറ്റി ആളുകളും PSC ഒഴിവാക്കി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതാണിത്. കാരണം അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിച്ച് അന്ന് തന്നെ പഠിക്കാൻ നോക്കും. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കും ഇതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ വായിക്കുക. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ വെറുതെ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമാണ്, ഒരു തൊഴിൽ വാർത്തയോ ഒരു തൊഴിൽ വീതിയോ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതായത് തൊഴിൽ വാർത്ത ആയിക്കോട്ടെ, തൊഴിൽ വീതി ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ എപ്പോഴും വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും കറണ്ട് അഫയേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഈ തൊഴിൽ വാർത്തയിലൊക്കെ നമുക്കറിയാം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുണ്ടാവും അല്ലേ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഈ മോക്ക് ടെസ്റ്റുകളും മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മൾ എത്ര ലെവലെത്തിയിട്ടുണ്ടല്ലേ, നമ്മൾ ഇനി എത്രമാത്രം പഠിക്കണം, മാത്രമല്ല നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടാനും ഇത് കാരണമാവും. അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ
ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, ഒരു തൊഴിൽ വാർത്തയോ ഒരു തൊഴിൽ വീഡിയോ നിങ്ങൾ എപ്പോഴും വാങ്ങിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. എക്സാം പാറ്റേണും ടൈമും കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടാൻ കാരണമാവും. മാത്രമല്ല എക്സാം സമയത്ത് ഇത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. എൻ്റെ 4ാമത്തെ ടിപ്പാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകണം. കാരണം നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. കാരണം നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കാനുണ്ട് ഇല്ല, അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ട്. സോ നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവും? നിങ്ങളുടെ പഠനം കുറച്ചും കൂടി ഈസിയാവും. നിങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടാവും, എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ടീച്ചർ ഉണ്ടാവും. മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ എപ്പോഴും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ സമയം ഒരുപാട് നിങ്ങൾക്ക് ലാഭിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല PSCക്ക് വരുന്ന അപ്ഡേഷനെ കുറിച്ചൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല. സോ ഒരു PSCക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. 5ാമത്തെ ടിപ്പാണ്, PSC ബുള്ളറ്റിൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കാരണം ഇപ്പം അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്ന സമയത്ത്, എക്സാമുകൾ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് PSC ബുള്ളറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും PSC ബുള്ളറ്റിൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ അടുത്ത ടിപ്പാണ് മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. ഇവ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ബേസിൽ തന്നെ പഠിക്കാം. കാരണം എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളം, മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ മാത്രം പഠിക്കുവാൻ ശ്രമിക്കുക. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ബേസ് തന്നെയാണ് ചോദിക്കാറുള്ളത്. സോ ഇത്രയുമാണ് എൻ്റെ പ്രധാനപ്പെട്ട ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. നിങ്ങളൊരു PSC ആസ്പിരൻ്റ് ആണെങ്കിൽ, ഒരു PSC എക്സാം നിങ്ങൾക്ക് എഴുതിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്സുകളൊന്നും ഫോളോ ചെയ്ത് നോക്കി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു PSC എക്സാം എഴുതിയെടുക്കാൻ സാധിക്കും, ഒരു ഗവൺമെൻറ് ജോലിക്കാരനാവാൻ സാധിക്കും. സോ ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്.